ഫെറാറി എന്ന സൂപ്പർ കാർ കമ്പനി അപമാനിച്ചതിനെ തുടർന്നാണ് വെറും ഒരു ട്രാക്ടർ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ലാംബോർഗിനി സൂപ്പർ കാർ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ഇറ്റലിയിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാക്കളായിട്ടുള്ള ലാംബോർഗിനിയുടെ ഉടമയായിട്ടുള്ള ഫെറൂഷിയോ ലാംബോർഗിനി സൂപ്പർ കാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഫെറാറി കമ്പനിയുടെ ഒരു 250 GT സൂപ്പർ കാറും ഉണ്ടായിരുന്നു. എന്നാൽ അത് ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു വാഹനത്തിന് ക്ലച്ച് തകരാറിലാവുമായിരുന്നു. ക്ലച്ച് പരിശോധിക്കുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ട്രാക്ടേഴ്സിനും ഈ ഒരു സൂപ്പർ കാറിനും ഉപയോഗിക്കുന്നത് ഒരേ ക്ലച്ച് തന്നെയാണെന്നുള്ള കാര്യം. ഇതിനെക്കുറിച്ച് ഫെറാറിയുടെ ഉടമയായിട്ടുള്ള എൻസോ ഫെറാറിയോട് പരാതി പറയാനായി അദ്ദേഹം എത്തി. അവിടെ നടന്നത് ഫെറൂഷിയോ ലാംബോർഗിനിയെ അപമാനിക്കുന്നതിന്റെ അങ്ങേയറ്റമായിരുന്നു. അപമാനഭാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഫെറാറിയിൽ നിന്ന് ഇറങ്ങിയ ഫെറൂഷിയോ ലാംബോർഗിനിക്ക് ഒരേ ഒരു ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു യഥാർത്ഥ സൂപ്പർ കാർ നിർമ്മിച്ച് ഫെറാറിക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. ഇൻസൾട്ട് തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് 1964 ലംബോർഗിനി അവരുടെ ആദ്യത്തെ സൂപ്പർ കാറായ 350 GT മാർക്കറ്റിലേക്ക് എത്തിച്ചു. 1966 ലംബോർഗിനി മ്യൂറയിലൂടെ ലോക സൂപ്പർ കാർ മാർക്കറ്റ് ലംബോർഗിനി സ്വന്തമാക്കി.